പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. ഇന്ന് നമ്മൾ 8ാം ക്ലാസ് ഓറിയൻ്റൽ അറബിക് 8ാം ക്ലാസ്സിൻ്റെ ഓറിയൻ്റൽ അറബിക് ബുക്ക് അഥവാ അറബിക് 2 അപ്പോൾ അതിൻ്റെ പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ യൂണിറ്റ് എന്താണ് അസിഹത്തു ഹിയ സർവ എന്ന യൂണിറ്റിലെ ആദ്യത്തെ പാഠഭാഗം കം തമന്നൈത്തു ഫിൽ ഇഷ്ബാ എന്ന പാഠഭാഗത്തിലെ ആക്ടിവിറ്റീസൊക്കെ നമുക്കൊന്ന് നോക്കാം. ഒന്നാമത് പാഠഭാഗം നോക്കൂ. ഇവിടെ ഒരു കുട്ടിയുടെ ഈ പാഠഭാഗം അല്ലേ, അവന് ഭക്ഷണം കഴിച്ചപ്പോൾ അതിലൊരു വറ്റ് കളഞ്ഞു. അപ്പോൾ വറ്റ് എന്താണ് അവനോട് പറഞ്ഞ കഥയാണ് ഈ പാഠഭാഗം, നമ്മൾ പഠിച്ചതാണ് അല്ലേ മക്കളെ. അപ്പോൾ അതിൽ 10ാമത്തെ പേജിൽ ഒരു ആക്ടിവിറ്റി ഉണ്ട്. എന്താണ് ഇവിടെ ഇത് നിഖറഉൽ ഫിഖറ അല്ലാത്തിയ വനുബദ്ദിൽ കമാഫിൽ മിസാൽ. ഈ പാരഗ്രാഫ് വായിച്ചിട്ട് അതേപോലെ താഴേക്ക് തിരുത്താനാണ്. അൽ മുസാരി യസ്തൈഖിളു മുബക്കിറൻ, കൃഷിക്കാരൻ രാവിലെ നേരത്തെ എണീക്കും. യൗമലു ബിലാസ് ലജരിൻ വയഹറുസുൽ അർല, മടുപ്പില്ലാതെ വർക്ക് ചെയ്യും. വയഹറുസുൽ അർല, നിലം ഉഴുതും. വയബുദൂറുൽ ബുദൂറ, വിത്ത് വിതയ്ക്കും. വയസ്കി, നനയ്ക്കും. വൈസമ്മിത്, വളം നൽകും അല്ലേ. അപ്പോൾ അതിനെങ്ങനെ മാറ്റണം? അൽ മുസാരു യസ്തൈഖിളു മുബക്കിറൻ എന്തായി? അന മുസാരിഉനായി, ഞാനൊരു ഫാർമറാണ്. യസ്തൈഖിളു എന്താ ഇവിടെ? അസ്തൈഖിളു, അതായത് ഇവിടെ ഹി എന്താണ്? ഗെറ്റപ്പ് എന്നാണ്. ഇവിടെയോ ഐ ഗെറ്റപ്പ് എന്നാണ് കേട്ടോ. അതായത് ഹി എന്ന് പറഞ്ഞാൽ അവൻ, ആ വെച്ച ഞാൻ. അപ്പോൾ യസ്തൈഖിളു യാ മാറ്റിയിട്ട് ഇവിടെ എന്തായി? അസ്തൈഖിളു എന്നായി. അപ്പോൾ എല്ലാവിടെയും അത് മാറ്റാൻ പറ്റുമോ? ഫേലുകൾക്കാണ് മാറ്റുന്നത് അല്ലേ. യസ്തൈഖിളു ഒരു ഫേലാണ്, ഫേലുൻ മുളാരെ. അപ്പോൾ അതിലെ യാ മാറ്റി ആ കൊടുത്തു. അപ്പോൾ അടുത്ത എങ്ങനെ വരും? യഅ്മലു, അവൻ വർക്ക് ചെയ്യുന്നു. നമ്മൾ വേണ്ടത് എന്താ? ഞാൻ വർക്ക് ചെയ്യുന്നു അല്ലേ. അന മുസാരി എന്നല്ല പറഞ്ഞു. അപ്പോൾ യഅ്മലു എന്താകും ഇവിടെ? അഅ്മലു, യാ മാറ്റി ആ കൊടുക്കുക. അഅ്മലു ബിലാ ലജരിൻ. വയഹ്റുസു, ഉഴുതുന്നു, അതും ഫേലാണ്. അപ്പം ഞാൻ ഉഴുതുമെന്ന് പറയണം. യഹ്റുസു എന്താകും? അഹ്റുസു, അഹ്റുസുൽ അർല. വ യബുദുറു, വിതയ്ക്കും, അതെന്താവും? അബുദുറു. യബുദുറു എന്താകും? അബുദുറു അൽ ബുദൂറ. വയസ്കി, നനയ്ക്കും, അതെന്താവും? വ അസ്കി എന്നാവും. വ യാ മാറ്റി ആ കൊടുക്കുക, അസ്കി. വയുസമ്മിദു എന്താകും? ഇവിടെ യാ വന്നപ്പോൾ ആ, ഇവിടെ യു ആണെങ്കിൽ എന്താവും? ഊ എന്നാകും. അപ്പോൾ ഉസമ്മിദു എന്ന് വരും. ഉസമ്മിദു. അപ്പോൾ മൊത്തത്തിൽ എങ്ങനെ പറയാം? അന മുസാരിഉൻ അസ്തൈഖിളു മുബക്കിറൻ അല്ലേ. അഅ്മലു ബിലാ ലജരിൻ വഅഹ്റുസുൽ അർല വ അബ്ദുറുൽ ബുദൂറ വ അസ്കി വ ഉസമ്മിദ്. അങ്ങനെയാണത് എഴുതേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഈ പാഠഭാഗത്തിലെ കുറച്ച് ചോദ്യങ്ങൾ കൂടി നോക്കാം. ഇവിടെ നോക്കൂ, നമ്മൾ പാഠഭാഗത്തിലെ ചോദ്യങ്ങൾ. ഈ പാഠഭാഗത്ത് തന്നെ നമുക്ക് അതിന് ഉത്തരങ്ങളുണ്ട്. മത്താ യസ്തൈഖിളുൽ മുസാരി, മുസാരി എപ്പോഴാണ് എണീക്കുന്നത്? അപ്പം ഞാൻ മുസാരി ആണ്, ഞാൻ എപ്പോഴും എണീക്കുന്ന പറഞ്ഞത് അല്ലേ? മുബക്കിറൻ. അൽ മുസാരിഉ യസ്തൈഖിളു മുബക്കിറൻ എന്ന് നമുക്ക് ഉത്തരം കൊടുക്കാം. എങ്ങനെ? അൽ മുസാരിഉ യസ്തൈഖിളു മുബക്കിറൻ, നേരത്തെ എണീക്കുന്നു. അടുത്ത ചോദ്യം, മൻ യബുദുറുൽ ബുദൂർ, ആരാണ് വിത്ത് വിതറുന്നത്? ഹുവൽ മുസാരി. ഉത്തരം വീണ്ടും എന്താണ്? അൽ മുസാരി എന്ന് മാത്രം. ഓക്കെ, അടുത്ത ചോദ്യം, മിമ്മ അഷ്ഫഖ അലൈഹൽ മുസാരി, കൃഷിക്കാരൻ എന്തിനെയാണ് ഭയപ്പെട്ടത്? എന്തിനാണ് ഭയപ്പെട്ടത് അല്ലേ? അപ്പം എങ്ങനെ എഴുതണം? അഷ്ഫഖ അൽ മുസാരി. അഷ്ഫഖ അൽ മുസാരി, ഫസ്റ്റ് സെന്റൻസ്. അഷ്ഫഖ അൽ മുസാരി എന്തെഴുതണം? മിനൽ, ഇങ്ങനെ തന്നെ കൊടുക്കാം കേട്ടോ. അഷ്ഫഖ അലൈഹൽ മുസാരി മിനൽ റിയാഹിൽ ഖവിയ്യ വൽ അംതാറിൽ അസീറ വ ഷിദ്ദത്തി ഹർരി ഷംസ്. അത്രയും കൊടുക്കാം. എങ്ങനെ പറയാം മക്കളെ? അഷ്ഫഖ അലൈഹൽ മുസാരി മിനൽ റിയാഹിൽ ഖവിയ്യ വൽ അംതാറിൽ ഗസീറ വ, പിന്നെ ഇത് വീണ്ടും ഈ വാക്ക് ആവർത്തിക്കണമെന്നില്ല, വ ഷിദ്ദത്തി ഹർരി ഷംസ്. അത്രയും കൂടി
നമുക്കതിൽ ഉത്തരമായിട്ട് കൊടുക്കാം കേട്ടോ. ഇനി കൈഫ ഹമൽ മുസാരി അൽ ഹബ്ബാത്ത്, വിത്തുകളെ എങ്ങനെയാണ് മുസാരി സംരക്ഷിച്ചത്? എങ്ങനെയാണ് ഹമ അൽ മുസാരി, ഉത്തരം പറഞ്ഞു കൊടുക്കാം. ക ഹമ അൽ മുസാരി അൽ ഹബ്ബാത്ത്, ഉത്തരത്തിന്റെ ആദ്യ ഭാഗം. കൃഷിക്കാരൻ വിത്തുകളെ സംരക്ഷിച്ചു. എങ്ങനെ? കമാ യഹ്മി വാലിദുൻ ഇബ്നഹു എന്ന പോലെ. കമാ യഹ്മി വാലിദുൻ, ഇത് മാത്രം എഴുതിയാലും മതി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യ ഭാഗം എഴുതി ഇതും കൂടി എഴുതിയാലും ഉത്തരമാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ഭാഗം നോക്കാം നമുക്ക്. ഇവിടെ സുർന മസ്റഅത്തൻ, നമ്മൾ ഒരു തോട്ടം സന്ദർശിച്ചു. ഫീഹ അൻവാഉ മിനൽ ഹുബൂബ്, അവിടെ ധാരാളം വിത്തുകൾ, വൽ ഫവാക്കിഹ് പഴങ്ങൾ, വൽ ഖദറവാത്ത് പച്ചക്കറികൾക്കുണ്ട്. നുമയ്യിസ്ഹ കഫാഫിൽ മിസാൽ, ഈ പച്ചക്കറികളും പഴങ്ങളും അതുപോലെ ധാന്യങ്ങളും ഒക്കെ എന്ത് ചെയ്യണം? വേർതിരിക്കണം. ധാന്യങ്ങൾ വേർതിരിക്കണം. അപ്പോൾ നോക്കൂ, ഖംഹ്, മാഞ്ച, തൊമാത്യം, ഷഈർ, മൗസത്ത്, ഇതൊക്കെ ഒരർത്ഥമുള്ളൂ. അപ്പോൾ എങ്ങനെ തിരിക്കേണ്ടത്? പച്ചക്കറിയായിട്ട് തിരിക്കണം. ഫവാക്കിഹ് പഴങ്ങൾ, ഹുബൂബ് ധാന്യങ്ങൾ. അപ്പം ഖംഹ് എന്താണ്? ഖംഹ് എന്ന് പറഞ്ഞാൽ ഗോതമ്പ് അല്ലേ? അത് നമുക്ക് എവിടെ ചേർക്കാം? ധാന്യമാണ് അല്ലേ? അപ്പം ഖംഹ് നമുക്ക് ഇവിടെ എഴുതാം അല്ലേ? മാഞ്ച, മാമ്പഴം, പഴമാണ് അല്ലേ? പിന്നെ തൊമാത്യം തക്കാളി, ടൊമാറ്റോ, അത് നമുക്ക് ഖദറവാത്ത്, വേണമെങ്കിൽ പഴമാണെന്നും പറയാം. പിന്നെ ഷഈർ എന്ന് വെച്ചാൽ ബാർലി ധാന്യമാണ്, ഇവിടെ ചേർക്കാം അല്ലേ? പിന്നെ മൗസത്ത് പഴം, ഫവാക്കിഹ്. അറുസ് അരി എന്താണ്? ഹുബൂബ്, അതിവിടെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ? ഐനബ് മുന്തിരി നമുക്ക് ഫവാക്കിഹ്. തുമ്മദുറ ചോളം എന്താണ്? ധാന്യമാണ് അല്ലേ? ബത്താത്ത പൊട്ടാറ്റോ എന്താണ്? ഖദറവാത്ത്. അനാനസ് പഴം അല്ലേ? എന്ത് പഴം? പൈനാപ്പിൾ നമുക്ക് ഫവാക്കിഹ്. ബസൽ ഉള്ളി ഏതിലാ വരിക? ഉള്ളി പച്ചക്കറി. തുഫാഹ ആപ്പിൾ ഇവിടെ വരും അല്ലേ? യഖ്തീൻ എന്ന് വെച്ചാൽ നമ്മൾ മത്തങ്ങയ്ക്കാണ് പറയണത് കേട്ടോ, അത് ഖദറവാത്ത്. റുമാൻ പഴം, മാതളമില്ല അതിനാണ് കേട്ടോ, അത് ഫവാക്കിഹ് അല്ലേ? ജസർ ക്യാരറ്റ് ഖദറവാത്തിലേക്ക്. ബഖൽ എന്ന് പറഞ്ഞാൽ ചീരയും ഖദറവാത്ത്. ബുർത്തുഖാൽ എന്താ? ബുർത്തുഖാൽ എന്താ മക്കളെ? ഫവാക്കിഹാണ്, അതായത് ഓറഞ്ച്. ബാമിയ വെണ്ടയ്ക്ക ഖദറവാത്ത്. ഫുൽഫുൽ മുളക് ഖദറവാത്ത്. ഖിയാർ എന്ന് പറഞ്ഞാൽ കുക്കുംബർ ഖദറവാത്ത്. ബാദിഞ്ചാൻ വഴുതനങ്ങ ഖദറവാത്ത്. ബിത്തീഖ് എന്താ? ബിത്തീഖ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഇത് എന്താണ്? തണ്ണിമത്തൻ ഫവാക്കിഹ്. ബക്കൽ 2 പ്രാവശ്യം വന്നു അല്ലേ? ജുവാഫ ബക്കൽ നേരത്തെ വന്നുകൊണ്ടാണ്. ജുവാഫ എന്ന് വെച്ചാൽ പേരയ്ക്ക, കൊയ്യാക്ക, അത് ഫവാക്കിഹാണ്. അദസ് പയർ ഖദറവാത്താണ്. ഓക്കെ, ഇങ്ങനെ വാചകങ്ങൾ ഓരോ ചാർട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എളുപ്പമല്ലേ? ഓക്കെ, അർത്ഥം മനസ്സിലായ ഏതാണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി ബാക്കി അടുത്ത ക്ലാസ്സിൽ അടുത്ത പേജുകൾ പറയും കേട്ടോ. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക. ഓക്കെ, താങ്ക് യു.